എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, രേണുവിനെ പോയി കണ്ടവരെല്ലാം ഒരു പെർട്ടിക്കുലർ ചാനലിൽ അപ്പൊ തന്നെ അപ്പിയർ ചെയ്യുന്നുണ്ട്. അതൊക്കെ കണ്ടപ്പോൾ അതൊരു പെർട്ടിക്കുലർ ചാനലിൽ മാത്രമാണ്, ഈ രേണുവിനെ പോയി കണ്ടവർ മാത്രം ചില പെർട്ടിക്കുലർ ചാനലുകളിൽ മാത്രം വീഡിയോസ് വരാം. അതെ അതെ അതെ, ഞാനിത് പറഞ്ഞാന്നുള്ളതാണ്. അതായത് ഏറ്റവും കൂടുതൽ രേണുവിന്റെ വീഡിയോ വെച്ചുകൊണ്ട് മാത്രം പൈസ ഉണ്ടാക്കിയ ഒരു ചാനൽ ഏതാണെന്ന് ചോദിച്ചാൽ ചില്ലറ പൈസ ഒന്നല്ല, നമ്മളെ പോലെ കുഞ്ഞെ പൈസ ഉണ്ടാക്കുന്ന ആളുകളല്ല, ലക്ഷങ്ങൾ ഉണ്ടാക്കിയ ഒരു ചാനൽ തന്നെയാണ്. ആ ചാനൽ ഏറ്റവും കൂടുതൽ വ്യൂ കിട്ടിയ വീഡിയോസ് നിങ്ങൾ ഒന്ന് പോയി പരിശോധിച്ചാൽ കാണാൻ കഴിയും, ലക്ഷക്കണക്കിന് വ്യൂ. രേണുവിന്റെ പല കാര്യങ്ങളും അതിലൂടെ അവർ പുറത്തു വിട്ടിട്ടുണ്ട്. സായി ഒക്കെ രേണുവിനെ പോയി കാണുന്നു, സായി തന്നെ പറയുന്നു എങ്ങനെയാണ് നിങ്ങൾ ഇത് അറിഞ്ഞത് എന്നുള്ളത്. അപ്പൊ തന്നെ രേണു വിളിച്ചു പറഞ്ഞതാന്നുള്ളത്. എങ്ങനെയുണ്ട്? അതായത് അതുവഴി രേണുവിന് വീണ്ടും സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങൾ പല ആളുകളും കൊടുക്കും. നല്ല കാര്യമാണ് കേട്ടോ, നല്ല കാര്യമാണ്. അസുഖമുള്ള ആളല്ലേ, സാമ്പത്തിക ആവശ്യമുള്ള സമയമാണല്ലോ, അപ്പൊ പിന്നെ ഇതൊക്കെ തന്നെയല്ലേ ചെയ്യുക. പണ്ടേ 5-8 യൂട്യൂബർമാരൊക്കെ കൂടെയുള്ള ആളുകളൊക്കെ ആവുമ്പോ സ്വാഭാവികമായിട്ടും നമ്മൾ ഇനി അത് പറഞ്ഞിട്ട് വലിയ കാര്യമാവും, അത് പ്രശ്നമാവണ്ട അല്ലെ. വേറെന്തോ പറയുന്നു. ഇപ്പം ചിലർ വീഡിയോ ഇട്ടു, അതുപോലെ തന്നെ ചിലരൊരു അവരിട്ട വീഡിയോയിൽ നിന്ന് ഒരു തുക കൊടുത്തു എന്നൊക്കെ പറയുമ്പോ അത് കണ്ടപ്പോ എനിക്ക് ആക്ച്വലി ഒരു ചിരിയാണ് വന്നത്. ചിരി വരണ്ട ചേച്ചി, ചിരി വരണ്ട. ചേച്ചിയുടെ കുറച്ച് വീഡിയോസ് ഞാൻ ഇവിടെ സൈഡിൽ ഇട്ടിട്ടുണ്ട്. ഏകദേശം 16 ലക്ഷം വ്യൂ, 20 ലക്ഷം വ്യൂ, 18 ലക്ഷം വ്യൂ, 39 ലക്ഷം വ്യൂ, അങ്ങനെ ലക്ഷക്കണക്കിന് വ്യൂ ആണ് ചേച്ചിയുടെ ഓരോ വീഡിയോസും കിട്ടിയിട്ടുള്ളത്. ഒക്കെ രേണുസുതിയുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോസ് ആണെന്നുള്ളതാണ്. പെർഫ്യൂം കൊടുക്കുന്നതും അവിടെ ഇടക്ക് വിസിറ്റ് ചെയ്യുന്നതും അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട് എന്നുള്ളതാണ്. ഇതൊക്കെ ചേർത്ത് വെച്ചുകൊണ്ട് ചെയ്ത വീഡിയോസിന് അത്യാവശ്യം റീച്ച് ഉണ്ട്. ഞാൻ ജസ്റ്റ് ഇതൊന്ന് ജെമിനിക്ക് ഇട്ട് കൊടുത്തു. ജെമിനി ചേച്ചിയെ ഇതിനിപ്പോ എത്ര ഏകദേശം കിട്ടിയിട്ടുണ്ടാവും നോക്കാൻ പറഞ്ഞപ്പോ 5-8 ലക്ഷം എന്തായാലും കിട്ടിയിട്ടുണ്ടാവും എന്നാ പറയുന്നത്. കാരണം ലക്ഷക്കണക്കിന് വ്യൂ ആണ്. നമുക്ക് തന്നെ 1 ലക്ഷം അല്ലെങ്കിൽ 2 ലക്ഷം ഒക്കെ വല്ല വ്യൂ വന്നാൽ തന്നെ ആ മാസം തരക്കേടില്ലാത്ത വരുമാനം വരും. തരക്കേടില്ലാത്ത ഒരു വീഡിയോ കിട്ടും, ഒരു വീഡിയോ. അപ്പോഴാണ് 5-8 വീഡിയോ വരിക്കിട്ടിട്ട് സായി ഉണ്ടാക്കുന്നത്. 48 വീഡിയോ സായി ചെയ്തു എന്ന് പറയുന്നത്. സായിക്ക് അത്യാവശ്യം കിട്ടിയിട്ടുണ്ടാവും. പക്ഷെ സായിയുടെ വീഡിയോയിൽ എല്ലാത്തിനും റവന്യൂ വന്നിട്ടുണ്ടാവും എന്ന് ഉറപ്പിക്കാനും കഴിയില്ല. ചില വീഡിയോസ് ലിമിറ്റഡ് ആഡിലാണ് യൂട്യൂബ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് എല്ലാത്തിനും പൈസ കിട്ടില്ല. അപ്പൊ ഞാൻ രേണുവുമായി ബന്ധപ്പെട്ട് ചെയ്ത എല്ലാ വീഡിയോക്കും പൈസ കിട്ടുന്നൊന്നുമില്ല, ചിലതിന് മാത്രമേ കിട്ടുന്നുള്ളൂ എന്നുള്ളതാണ്. പക്ഷെ അതിന് കിട്ടിയ വരുമാനമൊന്നും ഞാൻ രേണുവിന് കൊടുക്കാൻ ആഗ്രഹിക്കുന്നൊന്നുമില്ല. പാവപ്പെട്ട ഒരുപാട് ആളുകൾ നമ്മളിപ്പോ സഹായിക്കുന്നുണ്ട്, ഉള്ള പൈസ കൊണ്ട് സഹായിക്കുന്നുണ്ട്. അത് മുന്നോട്ട് പോകും. കാരണം രേണുവിനെ സഹായിക്കാൻ ഒരുപാട് ആളുകളുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ICUലാണ് കിടക്കുന്നത്. നമ്മുടെ പ്രാർത്ഥന അവർക്ക് വേണം. സാമ്പത്തികമായിട്ട് അവർക്ക് ഇപ്പൊ കിട്ടിയിട്ടുണ്ടാവാം. ഇപ്പൊ വേണ്ടത് നമ്മുടെ പ്രാർത്ഥനയാണ്. അത് എല്ലാവരും കൊടുക്കുക തന്നെ വേണം കേട്ടോ. കാരണം നമ്മുടെ ശത്രു ആണെങ്കിൽ പോലും ഞാൻ ഇടക്കിടക്ക് പറഞ്ഞിട്ട് വെറുപ്പിക്കുന്നില്ല. അതന്നെ. പിന്നെ ഇങ്ങനൊരു ഹോസ്പിറ്റലൈസ് അടക്കമായി ഇത്രയും വലിയൊരു പ്രശ്നത്തിൽ കടന്നു പോകുമ്പോൾ ലക്ഷ്മി എന്ന് പറയുന്ന വ്യക്തിയായിട്ട് ഭയങ്കര ഒരു കമ്മിറ്റ്മെന്റ് ഉള്ള ഒരാളാണ്. അപ്പം ലക്ഷ്മി എനിക്കും സുധിച്ചേട്ടനോട് എങ്ങനെയുണ്ട്? എനിക്കും സുധിച്ചേട്ടനോട് ഇപ്പൊ എല്ലാവരും പറയാറുണ്ട്. ഇപ്പൊ അനുമോളടക്കം പറയുന്നത് സുധിച്ചേട്ടനോടാണ് എനിക്ക് സ്നേഹം അല്ലെ. രേണു പിന്നെയാണ് രേണുവിനൊക്കെ ഒരു കാണുന്നത്. ഒരുമിച്ച് പ്രവർത്തിച്ചത് ഇവരാണ്, ഒരുമിച്ച് വർക്ക് ചെയ്തത് ഇവരാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും സുധിയോടാണ് സ്നേഹം. ഇവിടെ എടുത്തു പറയുന്നു എനിക്കും. ആരോട്? സുധിച്ചേട്ടനോട്. ഓക്കെ, ബാക്കി വിളിച്ചിരുന്നോ പോയിരുന്നോ എന്നുള്ള ചോദ്യമാണ് പ്രേക്ഷകർക്ക് കൂടുതലായിട്ട് അറിയാനുള്ളത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനു മുമ്പ് എനിക്ക് തോന്നുന്നു കാക്കനാട് ഒരു ഇനോഗ്രേഷനിൽ വെച്ചിട്ട് തന്നെയാണ് പലരും എൻ്റെ അടുത്ത് ചോദിച്ചത്. അന്ന് ലൈക്ക് ഈ രോഗവിവരം എന്താണെന്നുള്ളത് സ്ഥിരീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം ലൈക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ കോള് നിങ്ങൾക്ക് കാണിച്ചു തരാം എന്നുള്ളത്. രേണുവിനെ വിളിച്ചിരുന്നു. രേണു അപ്പം ഹോസ്പിറ്റലിൽ ചെക്കപ്സ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. രേണുവിന്റെ സിസ്റ്റർ കോൾ അറ്റൻഡ് ചെയ്തു. അതിനുശേഷം രേണു പിന്നെ എന്നെ തിരിച്ചു വിളിച്ചു. അപ്പൊ ഇങ്ങനെ പറഞ്ഞു, പിന്നെ ഇങ്ങനെ ചെക്കപ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ കാര്യങ്ങൾ പറഞ്ഞു. രോഗം നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെ സ്ഥിരീകരിച്ചു. എനിക്ക് പറയാനുള്ള ഇത്രയേ ഉള്ളൂ. അറിയുന്നവർക്കും അറിയാത്തവർക്കും ഒന്നും ക്യാൻസർ വരാതിരിക്കട്ടെ. അതെ, അറിയുന്നവർക്കും അറിയാത്തവർക്കും ക്യാൻസർ പോലെയുള്ള മഹാമാരികൾ, ഒരു തരത്തിലുള്ള അസുഖങ്ങൾ വരാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പക്ഷെ നിർഭാഗ്യവശാൽ എല്ലാ പ്രാർത്ഥനകളും ദൈവം കേൾക്കില്ല. ചില ആളുകൾക്ക് പരീക്ഷണങ്ങൾ ഒരുപാട് വന്നുകൊണ്ടിരിക്കും. ദൈവത്തിന് നിരക്കാത്ത കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് പണിയും കിട്ടും. അങ്ങനെ പല ഉദാഹരണങ്ങളുണ്ട്. രജിത് സാർ പറഞ്ഞതുപോലെ തന്നെ പല ഉദാഹരണങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ എല്ലാവർക്കും അസുഖങ്ങൾ വരുമോ, എല്ലാവർക്കും പണി കിട്ടോ? അങ്ങനെ കിട്ടാറില്ല. അങ്ങനെ ചില ആളുകൾ പറയുമല്ലോ ദുഷ്ടനെ പന പോലെ വളർത്തുന്നുള്ളത്. എല്ലാവർക്കും പണിയും വരില്ല. ഈ ദുഷ്ടപനൊക്കെ പന പോലെ വളർത്തിയിട്ട് എന്താ പാവപ്പെട്ട ആളുകളെ പന പോലെ വളർത്തിക്കൂടെ? എനിക്ക് ചില സമയത്ത് അത്തരം പഴഞ്ചൊല്ലുകളൊക്കെ കേൾക്കുമ്പോൾ ചിരി വരാറുണ്ട് എന്നുള്ളതാണ്. ഇവിടെ ചില ആളുകൾക്ക് ചെയ്തതിനുള്ള കർമ്മഫലം കിട്ടി എന്നുള്ളതാ. ഇപ്പൊ ചില ആളുകൾ വന്ന് പറയും നിനക്കും കിട്ടൂടാ കർമ്മ, നിനക്ക് കിട്ടൂടാ കർമ്മ എന്ന്. ഇരു കൈ നീട്ടി സ്വീകരിക്കുക എന്നല്ലാതെ വേറെന്ത് ചെയ്യാനാ? കാരണം ദുഷ്ടനെ പന പോലെ വളർത്തുന്നില്ല. നിങ്ങളുടെ കണക്കിൽ രേണുസുതി വിമർശിക്കുന്ന ഞാനൊക്കെ ദുഷ്ടനാണ്, പന പോലെ വളർത്തും. നമുക്കൊന്ന് നോക്കാം, ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല. വരാനുള്ളത് വഴിയിൽ തങ്ങിയില്ല. വിധി എന്നത് നമുക്ക് ഒരിക്കലും
ഓട്ടോറിക്ഷ വിളിച്ച് അങ്ങോട്ട് പോയി വാങ്ങാന്നല്ലാതെ അതൊന്നും അപ്പുറത്ത് കൂടെ ഒന്നും പോവില്ല. വരും, ഒക്കെ വരും, വാങ്ങി വെക്കുക. വേറൊരു നിവർത്തിയില്ല. എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മളൊക്കെ കുറച്ച് ആൾക്കാരെ അറിയല്ലോ അല്ലെ. ഞാൻ ചിലപ്പോൾ വീഡിയോ ചെയ്ത് 4 ആൾക്കാർ ചിലപ്പോൾ പൈസ തന്നു തരും. പാവപ്പെട്ട റോഡ് സൈഡിലൊക്കെ ഒന്നുമല്ലാതെ കിടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരൊക്കെ ആരെങ്കിലും നോക്കൂടൂ. അതാണ് സങ്കടം എന്നുള്ളതാണ്. അപ്പൊ ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കുക. അതേ ഞാനും ചെയ്യുള്ളൂ. പിന്നെ രേണുവിന്റെ ഒരു കോൺഫിഡൻസ് വെച്ചിട്ട് തീർച്ചയായിട്ടും രേണു തന്നെ എപ്പോഴും പറയാറുണ്ട്, രേണു ഒരു ഫയർ ആണെന്ന് രേണു ഭയങ്കര അഭിമാനത്തിൽ പറയാറുണ്ട്. അപ്പം തീർച്ചയായിട്ടും രേണുവിന് അതിൽ നിന്ന് സർവൈവ് ചെയ്യാൻ പറ്റും. കാരണം അത് രേണുവിന്റെ കോൺഫിഡൻസ് ആണ്. എന്ത് വന്നാലും എനിക്ക് കല്ലുവലി എന്നുള്ള ഒരു കോൺഫിഡൻസ് രേണുവിനുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും രേണു പുലിക്കുട്ടിയായിട്ട് തിരിച്ചു വരും തന്നെ പറയാനുള്ളൂ. ഇൻ ടച്ചിലാണ്, കൂടെ ഉണ്ടായിരിക്കുന്ന എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഞങ്ങള് സംസാരിച്ചിരുന്നു. അപ്പം പിന്നെ ഷീ ഈസ് വെരി വീക്ക്. എല്ലാം പെട്ടെന്ന് മാറട്ടെ, ഉഷാറാവട്ടെ. അതെ, അവർ വളരെ വീക്കാണ്. അവർക്ക് ആ കീമോ താങ്ങാനുള്ള ഒരു ശരീരത്തിന് നമുക്ക് കണ്ടാൽ തന്നെ അറിഞ്ഞൂടാ. അവർക്ക് അതിന് ആരോഗ്യമില്ല. ആരോഗ്യമില്ലാത്ത അവസ്ഥയിൽ പോലും പ്രാക്ക് കിട്ടുന്ന ഒരുപാട് കാര്യങ്ങൾ കിച്ചുവിനൊക്കെ വലിച്ച് കീറ ഇട്ട് കൊടുത്ത അവസാനത്തെ വീഡിയോ അതാണ് നമ്മൾ കണ്ടത്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം അധികം വൈകാതെ തന്നെ നേരെ ICUലാവുന്ന ഒരു അവസ്ഥയിലേക്ക് പോലും പോയി എന്നുള്ളതാണ്. അതാണ് അവർക്ക് അറിയില്ല തോന്നുന്നു. അവരുടെ നാക്കിൽ നിന്ന് വീഴുന്ന പല വാക്കുകളും അത് മറ്റുള്ള ആളുകളെ കിച്ചുവിനെ വലിച്ചു കീറ ഇട്ട് കൊടുക്കുന്ന വാക്കുകളാണ് ഇട്ടത് എന്ന് അവർക്ക് അറിയാതെ പോകുന്നതാണ്. ചൊട്ടയിലെ ശീലം ചുടല വരെ എന്നല്ലാതെ എന്ത് പറയാനാണ്. എന്തായാലും ICUയിൽ നിന്നും പുറത്തു വരാൻ, അസുഖം ഭേദമായി പുറത്തു വരാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥന എന്ന കാര്യമൊന്നും നമ്മൾ മാറ്റിവെക്കില്ല. അത് നമ്മൾ ചെയ്യും, തീർച്ചയായിട്ടും ചെയ്യും. ഇപ്പൊ ഈ രേണുസുദിനെ പറ്റി ഇപ്പൊ ഭയങ്കര ചർച്ചകളൊക്കെ നടക്കുന്ന സമയത്ത് രേണുവിനെ വെച്ച് വീഡിയോ ചെയ്ത ഇപ്പൊ സായി സീക്രട്ട് ഏജന്റ് എന്ന് പറഞ്ഞ ആള് 48 വീഡിയോ രേണുസുദിനെ വെച്ച് ചെയ്തിട്ടുണ്ടെന്ന്. അതിൽ നിന്ന് കിട്ടിയ വരുമാനത്തിന് ഒരു നിശ്ചിത തുക രേണുവിന് കൈമാറും എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ രേണുവിനെ വെച്ച് ചെയ്ത ആൾക്കാരൊക്കെ അങ്ങനെ പൈസ കൊടുക്കാൻ എങ്ങനെയാണ് അതിനെ കാണുന്നത്? ഇല്ല, എനിക്ക് അതിനെപ്പറ്റി ആക്ച്വലി ഒന്നും പറയാനില്ല. എനിക്കത് കണ്ടപ്പം ലൈക്ക് സത്യം പറഞ്ഞ നോ കമന്റ്സ് എന്ന് പറയണം. ബട്ട് അറ്റ് ദ സെയിം ടൈം രേണുവിനെ ഇഷ്ടമുള്ളവർ ചെയ്യേണ്ട ഒരു കാര്യം, എന്റെ ഭാഗത്തു നിന്നുള്ള ഏറ്റവും വലിയ റിക്വസ്റ്റ് ആണ്, രേണുവിന് ഒരു പക്ഷേ നമ്മുടെ പ്രസൻസ് സന്തോഷം ഉണ്ടാക്കുമായിരിക്കാം, പക്ഷെ പ്ലീസ് നിങ്ങൾ വീഡിയോ കോൾ ചെയ്യൂ, രേണുവിനെ കാണൂ, സംസാരിക്കൂ. ആ രോഗത്തിന്റെ സീരിയസ്നെസ് എന്ന് പറയണേ നമ്മുടെ കൂടെ ആ വീട്ടിൽ നിൽക്കുന്നവർ ത്രൂ വരെ ഇൻഫെക്ഷൻ വന്നേക്കാം. തീർച്ചയായിട്ടും അവിടെ ചെല്ലുന്ന ആളുകൾ മാസ്കും കാര്യങ്ങളും ധരിക്കുക. പിന്നെ അടുത്ത് പോയി കാണേണ്ട ഒരു ആവശ്യമില്ല ഇപ്പോ അല്ലെ. നിങ്ങൾക്ക് അവർക്ക് സാമ്പത്തികമായിട്ട് വേണം. ആ സാമ്പത്തികം കിട്ടാനുള്ള എല്ലാ വഴികളും ഇവിടെയുള്ള യൂട്യൂബർമാർ തന്നെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മളെ പോലുള്ള ആളുകൾ ഒരു വീഡിയോ ചെയ്യുമ്പോൾ അത് നെഗറ്റീവായിട്ട് പോസിറ്റീവായി എടുക്കുന്ന ആളുകളുണ്ടാവും. ഇപ്പൊ സീക്രട്ട് ഏജന്റ് പറഞ്ഞത് വെച്ചാൽ ഞാൻ ചെയ്ത് 4 ആൾ അറിയട്ടെ, 4 ആൾ അറിഞ്ഞാൽ അങ്ങനെയെങ്കിലും സഹായം കിട്ടുന്നുള്ളതല്ലേ. പക്ഷെ ആ സഹായം അവിടെ ഒരു സഹായം എന്ന രീതിയിൽ അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല എന്ന് ലക്ഷ്മി നക്ഷത്രം പറഞ്ഞ കറക്റ്റാ. അപ്പൊ നമ്മളെ ഫാമിലിയിലൊക്കെ ഈ അസുഖം വന്ന ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട്. ആ സമയത്ത് നമ്മൾ മാസ്ക് ധരിച്ചിട്ട് കൂടുതലും പുറത്താണ് നിരുന്നത്. നമ്മൾ ഈ പുറം ലോകം ഇങ്ങനെ കറങ്ങി നടക്കുന്ന ആളുകളാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ അവർക്ക് വന്നു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. ഋതപ്പം തന്നെ മുഖത്ത് മാസ്ക് ഒക്കെ ഇട്ടിട്ടാണ് ആ വീട്ടിൽ നടക്കുന്നത് അല്ലെ. അത് ഇവർ പറഞ്ഞ കറക്റ്റ് പോയിന്റ് ആണ്. പിന്നെ ഇപ്പം ചിലർ വീഡിയോ ഇട്ടു, അതുപോലെ തന്നെ ചിലരൊരു അവരിട്ട വീഡിയോയിൽ നിന്ന് ഒരു തുക കൊടുത്തു എന്നൊക്കെ പറയുമ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ആക്ച്വലി ഒരു ചിരിയാണ് വന്നത്. 2 വർഷങ്ങൾക്ക് മുമ്പ്, പക്ഷെ ഇപ്പൊ ഞാനത് പറയാൻ പാടില്ല, എന്നോട് ചോദിച്ചതുകൊണ്ട് മാത്രം ഞാൻ പറയാണ്. 2 വർഷങ്ങൾക്ക് മുമ്പ് രേണു പറഞ്ഞിട്ടാണ് ഞാനൊരു പെർഫ്യൂം കൊണ്ടു കൊടുത്തത്. ഇപ്പം ഈ വീട്ടിൽ പോയി കണ്ട വ്യക്തി അല്ലെങ്കിൽ വീഡിയോസ് ഇട്ട വ്യക്തികൾ അവർ തന്നെ പറയുന്നുണ്ട്, ഞാൻ പേരൊന്നും മെൻഷൻ ചെയ്യണില്ല, അവർ തന്നെ പറയുന്നുണ്ട് ചില കാര്യങ്ങൾ നമ്മൾ അറിയിച്ചു തന്നെ ചെയ്യണം. ഇത് തന്നെ ഞാനും ചെയ്തിട്ടുള്ളൂ. ദാറ്റ്സ് ഇറ്റ്. അല്ല, ഇത് തന്നെയല്ല നിങ്ങൾ ചെയ്തിട്ടുള്ളത്. അതവിടെ നിൽക്കട്ടെ, അത് ഇതിൽ വലിച്ചഴക്കേണ്ട കാര്യമില്ലല്ലോ. നിങ്ങളോട് രേണുസുതി പറയുന്നു ഒരു പെർഫ്യൂം എനിക്ക് വേണം എന്നുള്ളത്, നിങ്ങളത് കൊണ്ടുകൊടുക്കാം. അത് വീഡിയോ ചെയ്ത് കൊണ്ടുകൊടുക്കാനൊന്നും അവർ പറഞ്ഞിട്ടുണ്ടാവും എനിക്ക് വിശ്വാസമില്ല. ഇനി പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മളുടെ ഒരു മാന്യതക്ക് വേണ്ടിയിട്ട് നമ്മളത് ചെയ്യാതിരുന്നാൽ മതി. പക്ഷെ ആ വീഡിയോ കണ്ടപ്പോൾ സത്യം പറയട്ടെ എന്റെ കണ്ണുനീരൊക്കെ വന്നതാണ്. പക്ഷെ പിന്നീട് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ഇങ്ങനെ വന്നു തുടങ്ങിയപ്പോഴാണ് കാര്യം മനസ്സിലാവുന്നത്. പിന്നില് റവന്യൂ ജനറേറ്റ് ചെയ്യുന്നുണ്ട് ഇല്ലേ, ലക്ഷക്കണക്കിന് 39 ലക്ഷം വ്യൂ. ഏകദേശം ഒറ്റ വീഡിയോയിൽ 1.5 ലക്ഷം രൂപയുടെ മുകളിൽ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോ ഓക്കെ, നിങ്ങൾക്ക് ഗൾഫിൽ പോയി വരേണ്ട ഒരു ചെലവൊക്കെ അതിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാവും അല്ലെ, അതവിടെ നിൽക്കട്ടെ. പക്ഷെ സീക്രട്ട് ഏജന്റ് സായി പറഞ്ഞ കാര്യം അതല്ല. അയാൾ ഒരു ചാരിറ്റി എന്ന രീതിയിൽ പൈസ കൊടുത്തു എന്നാ പറയുന്നത്. രണ്ടും ഇങ്ങനെ കൂട്ടി വെക്കുന്ന ഒരു പിടുത്തം കിട്ടുന്നില്ല. അതിൽ മറ്റൊരു കാര്യം കൂടിയും പറയാനുണ്ട് എന്നുള്ളതാണ്. അതായത് ആ പെർഫ്യൂം ഒക്കെ പിന്നീട് കെട്ട മണമാണെന്ന് പറഞ്ഞതോട് കൂടിയിട്ട് അതിന്റെ വാല്യൂം പോയി.
ആയിരുന്നു, അയാൾക്ക് വീട് വെച്ച് കൊടുക്കണമായിരുന്നു, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ. ഞാനേ സുധിച്ചേട്ടനെ കല്ലറയിലേക്ക് എടുക്കുന്ന സമയത്ത് നമ്മൾ കാറിൽ കയറിയ സമയത്ത് ഞാൻ നമ്മുടെ കൊളീഗ്സിന്റെ അടുത്ത് കരഞ്ഞുകൊണ്ട് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. ഇത്ര നാളും ഇതേ വ്യക്തി ഈ ഇൻഡസ്ട്രിയിൽ ഉണ്ടായിരുന്നു, പക്ഷെ ഒരു ഇനോഗ്രേഷൻ അദ്ദേഹത്തിന് ആരെങ്കിലും കൊടുത്തിട്ടുണ്ടോ? അല്ലെങ്കിൽ ഒരു പരിപാടിക്ക്, അതായത് സ്റ്റേജ് ഷോസ് അല്ലാട്ടോ ഞാൻ പറയണേ. കാരണം അന്നത്തെ ഒരു ദിവസം മലയാള സിനിമയിലെ ഒരു പ്രമുഖ നടൻ നുള്ള എല്ലാ ആക്സെപ്റ്റൻസ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. അത്രയധികം ജനക്കൂട്ടമായിരുന്നു അന്ന് അവിടെ വന്നിട്ടുണ്ടായിരുന്നേ. പക്ഷെ അതിന് അദ്ദേഹം മരിക്കേണ്ടി വന്നു. നല്ല നല്ല അവസരങ്ങൾ അദ്ദേഹത്തിന് ടാലന്റിനകത്ത് അദ്ദേഹത്തിന് എത്തിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ ഇതുപോലെ തന്നെയാ പറയാനുള്ളത്. ഇപ്പം ഇതിനു മുമ്പ് രേണുവിനെ നെഗറ്റീവ്സ് പറഞ്ഞ ഒരുപാട് പേരുണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ അതെല്ലാം നേരെ മാറി. പക്ഷെ ഈ കമന്റ് ഇടുന്നവരും നെഗറ്റീവായിട്ട് ഡീഗ്രേഡ് ചെയ്യുന്നവരും ചിന്തിക്കണേ. അതിപ്പം ആർട്ടിസ്റ്റുകൾക്ക് എല്ലാവർക്കും അത് അവരുടെ ജാതകത്തിൽ ഉണ്ടാവും. നമ്മൾ ഇടയ്ക്ക് ഏറെ പോകേണ്ടി വരും, ഇടയ്ക്ക് താഴെ പോകേണ്ടി വരും. പക്ഷെ നിങ്ങളുടെ വീട്ടിൽ ഒരാളാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ കമന്റ് ഇടുവോ? ഞങ്ങളെ വീട്ടിലത്തെ ഒരാള് ഇങ്ങനെ സബ്സ്ക്രിപ്ഷൻ കട്ടി അപരാധം കട്ടി നടക്കൂല. അപ്പൊ ഞങ്ങൾക്ക് കമന്റ് ഇടേണ്ട ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. നേരെ തിരിച്ച് എന്താണ് കാണിച്ചു കൂട്ടിയത്? എന്റെ പൊന്നു ലക്ഷ്മി നക്ഷത്രം ഞങ്ങളെ കൊണ്ട് വീണ്ടും പറയിപ്പിക്കരുത്. അവർ ICUലൊക്കെയാണ് ഇപ്പൊ കിടക്കുന്നത്. വീണ്ടും പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് പൊങ്കാല തരല്ലേ. അതുകൊണ്ടാണ്. അതെന്താണെന്ന് ഇവർ അസുഖമൊക്കെ മാറി വരട്ടെ, അപ്പൊ ഞാൻ വേണമെങ്കിൽ ഒന്നുകൂടി പറഞ്ഞുതരാം. അത്രേ പറയുന്നുള്ളൂ. പിന്നെ മരണപ്പെടുമ്പോ മാത്രമാണ് ഇവിടെയുള്ള ആളുകൾ കൂടെ നിൽക്കുന്നത്. ഇത് കാലങ്ങളായി നമ്മളും വിളിച്ചു പറയുന്ന കാര്യങ്ങളല്ലേ. ജീവിച്ചിരിക്കുമ്പോൾ ഒരു മനുഷ്യൻ തിരിഞ്ഞു നോക്കൂല. ജീവിച്ചിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിനെ സഹായിച്ചൊരു വീട് വെച്ച് കൊടുത്തിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു. മരിച്ചു കഴിഞ്ഞപ്പോ ഒരു വീട് വെച്ച് കൊടുത്തപ്പോ എന്തൊക്കെ ഉണ്ടായത്? ഓക്കെ, അതോടെ നിൽക്കട്ടെ. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ മോശം വീഡിയോ ചെയ്യോ? ഇപ്പൊ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും നമ്മുടെ വീട്ടിൽ ഒരാളാണെങ്കിൽ മാക്സിമം എങ്ങനെ അവരെ പ്രൊട്ടക്ട് ചെയ്യാന്നേ നമ്മൾ നോക്കുകയുള്ളൂ. പക്ഷേ അല്ലാതെ ഇപ്പം ഒരു ആർട്ടിസ്റ്റ് ആകുമ്പോൾ അത് ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം അതൊരാള് എന്ത് കമന്റ് വേണമെങ്കിലും പറയാം, എന്ത് കമന്റ് വേണമെങ്കിലും ടൈപ്പ് ചെയ്യാം. എന്റെ ഐഡന്റിറ്റി ഒന്നും വരില്ലല്ലോ. ഈ 10 ഫേക്ക് അക്കൗണ്ട് കൊണ്ട് നടക്കുന്നവരുണ്ടായിരിക്കും. പക്ഷെ മനസ്സിലാക്കേണ്ടത് നമ്മുടെ വീട്ടിൽ ഒരു ആപത്ത് വന്നാലേ അതിന്റെ വേദന എന്താന്നുള്ളത് മനസ്സിലാവുള്ളൂ. നമ്മുടെ വീട്ടിൽ ഒരാളെ കുറ്റം പറഞ്ഞാൽ മാത്രമാണ് നമുക്കത് പൊള്ളുള്ളൂ. നമ്മുടെ വീട്ടിലത്തെ ഒരാളെ കുറ്റം പറയാൻ ഞങ്ങൾ വഴി ഉണ്ടാക്കി കൊടുക്കുന്നില്ല. ഞങ്ങളെ വീട്ടിലത്തെ ആൾക്കാരൊന്നും ഇങ്ങനെ നടക്കുന്നുമില്ല. അതിനുള്ള ഉത്തരം കൃത്യമായിട്ട് തന്നിട്ടുണ്ട് കേട്ടോ. എന്തിനാ വെറുതെ എന്റെ ലക്ഷ്മി നക്ഷത്ര ഇതൊക്കെ മണ്ടത്തരല്ലേ എന്ന് ചോദിക്കാനുള്ളത്. ഇങ്ങനെ വീഡിയോ ചെയ്യുന്ന ആളുകൾ നിങ്ങളുടെ വീട്ടിലത്തെ ആരെങ്കിലും ഇങ്ങനെയാണെങ്കിൽ നമ്മൾ അവരെ ചേർത്ത് പിടിക്കല്ലേ ചെയ്യാന്ന് ചോദിക്കുന്നത്. നമ്മുടെ വീട്ടിലത്തെ ആൾക്കാർക്ക് നല്ല അത്യാവശ്യം വകതിരിവുണ്ട്, കുറച്ച് ബുദ്ധിപരമൊക്കെ ഉണ്ട്. അതുകൊണ്ടല്ല ഞാൻ വീഡിയോ കാണുന്ന ആളുകളോടും കൂടിയിട്ടാ പറയാനുള്ളത്. നിങ്ങളുടെ വീട്ടിലത്തെ ആരെങ്കിലും ഇങ്ങനെയൊക്കെ നടക്കാറുണ്ടോ? അവരാധിച്ച് നടക്കാറുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ ഇവര് പറയുന്ന ഈ വാക്കുകൾ വലിയ വിഡ്ഢിത്തരാണെന്നുള്ളതാണ്. ഇതെങ്ങനെയാടാ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നത്? ഇവരെന്താണ് ഈ സപ്പോർട്ട് ചെയ്യുന്നത്? സമൂഹത്തിൽ കുട്ടികളൊക്കെ ഇത് കണ്ട് വളരെയാണ്. പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ കുറച്ച് സബ്സ്ക്രിപ്ഷൻ വീഡിയോ ഒക്കെ ചെയ്താൽ ജീവിക്കാൻ വഴി ഉണ്ടാവും എന്ന് പറയാതെ പറഞ്ഞു കൊടുക്കുന്ന ആളുകളെ തിരുത്താൻ ശ്രമിക്കുന്ന, അത് ചൂണ്ടിക്കാണിക്കുന്ന, നമ്മുടെ മൗലികാവകാശം വ്യക്തമായി ഉപയോഗിക്കുന്ന നമ്മളെയൊക്കെ കുറ്റം പറയുന്നടേ. നിങ്ങളുടെ വീട്ടിലത്തെ ആളുകളെ നിങ്ങൾ കുറ്റം പറയുമെന്ന് ചോദിക്കുന്നു. തെറ്റിലേക്ക് പോകുന്നുണ്ടെങ്കിൽ നമ്മളത് തിരുത്തി കൊടുക്കുക. തെറ്റ് തിരുത്തി കൊടുക്കാൻ ആളുകളില്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ പല രീതിയിലും പോകും. വലിയ മണ്ടത്തരാട്ടാ ചാച്ചി പറയുന്നേ. രേണു സർവൈവ് ചെയ്യാൻ വേണ്ടിട്ടാണ് ഇത്രയും നാളും അങ്ങനെയൊക്കെ ഇതായത്. അത് രേണുവിന്റെ ഇഷ്ടമാണ്. നമ്മൾ ചോദിക്കാൻ ആരാ? നമ്മൾ ആരാണെന്നുള്ള ചോദ്യം ഞാൻ ചോദിച്ചാൽ എനിക്ക് കിട്ടും, നിങ്ങൾക്കും കിട്ടും. പക്ഷെ ഇത്ര നാളും കല്ലെറിഞ്ഞവര് ഇപ്പോ രേണു മോളെ പ്രാർത്ഥിക്കുന്നുണ്ട്. അത് കാണുമ്പോ ഈ മോശം കമന്റ് ഇട്ട സമയത്ത് നിങ്ങൾക്ക് ഒന്നും ആലോചിക്കായിരുന്നില്ലേ? അത്ര മാത്രമേ പറയാനുള്ളൂ. എന്തും എപ്പോഴും പറയാം എന്നുള്ള ആ ഒരു ധാരണ അല്ല, ആ സാഹചര്യത്തിൽ ഇപ്പൊ സീക്രട്ട് ഏജന്റ് പറഞ്ഞ പോലെ ആ സാഹചര്യത്തിനെയാണ്, ആ ഒരു സിറ്റുവേഷനെയാണ് ഞങ്ങൾ റിയാക്ട് ചെയ്യുന്ന പറയുന്നില്ലേ. ആ സിറ്റുവേഷൻ സമയത്ത് ആളുകൾ കാട്ടവരാധിച്ച് നടക്കുന്ന, സബ്സ്ക്രിപ്ഷൻ വഴി ഊളത്തരം കാണിച്ച് നടക്കുന്ന, ശരീരഭാഗങ്ങൾ പ്രദർശിപ്പിച്ച് നടക്കുന്ന ഏതെങ്കിലും വ്യക്തി അത് തെറ്റാണെന്ന് പറഞ്ഞ് കുറെ കാലം കഴിഞ്ഞാൽ അവർക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ ഒന്ന് പറഞ്ഞ തെറ്റായി പോയി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമുള്ളത്? നമ്മൾ സ്പോട്ടിലല്ലേ അതൊക്കെ റിയാക്ട് ചെയ്യുന്നത്. മുൻകൂട്ടി കാണാൻ നമ്മൾ ആരാ? രജിത് കുമാറിനെ പോലെ മുൻകൂട്ടി കാണാനുള്ള ദിവ്യശക്തി ഒന്നും ഞങ്ങൾക്കില്ലടോ. ദിവ്യശക്തി ഒന്നും ഞങ്ങൾക്കില്ല. അതേ പറയാനുള്ളൂ. അവര് ജീവിക്കാൻ വേണ്ടി ചെയ്തതാ. സോഷ്യൽ മീഡിയയിലല്ലേ എന്റെ പൊന്നു പെങ്ങളത് കൊണ്ട് ഇടുന്നത്. ഇത് കാണുന്ന ആളുകൾക്കുള്ള റൈറ്റ് അല്ലേ നല്ല രീതിയിൽ ഒരു കമന്റ് ഇടുക എന്നുള്ളത്. അത്രേ ചെയ്തുള്ളൂ. ഫെയർ യൂസ് എന്നുള്ള ഒരു കാര്യം യൂട്യൂബിൽ ഉള്ളത് കൊണ്ടല്ലേ ഞങ്ങളെടുത്ത് റിയാക്ട് ചെയ്യുന്നത്. ഇതിനൊക്കെ ഞാൻ എന്താ പറയേണ്ടത്? തീർച്ചയായിട്ടും എന്താ പറയാ, ഇപ്പൊ ഈ ഒരു ചോദ്യത്തിനും ചിലപ്പോ വരും ഞാൻ കണ്ടന്റ് ആക്കിയിട്ടില്ലേന്ന്. പക്ഷെ രേണു പറഞ്ഞ കാര്യമാണ്, എന്നോട് പറഞ്ഞ കാര്യമാണ്. ചെന്നു സ്റ്റാർ മാജിക്കില് പലരോടും പറഞ്ഞു, പക്ഷെ എനിക്കൊരു പെർഫ്യൂം കിട്ടിയില്ല, ഒന്ന് ചെയ്തു തരുമോ? അത് പലർക്കും അറിയില്ല. അതുകൊണ്ടാണ് അതൊരു കണ്ടന്റ് ആക്കിയത്. അപ്പോ അതിന് പക്ഷെ ഞാൻ കേൾക്കാത്ത പഴികളില്ല. മനസ്സിലായോ? ഒന്ന് ചെയ്തു തരുമോ എന്ന് ചോദിച്ചപ്പോഴാണ് ഞാൻ കണ്ടന്റ് ആക്കിയത്. അത് കണ്ടന്റ് ആക്കാൻ താങ്കൾക്ക് തോന്നി, താങ്കൾ അത് കണ്ടന്റ് ആക്കി. ഞങ്ങളത് ഒരുപാട് മ്യൂസിക്കോട് കൂടി കേട്ടു, സങ്കടം വന്നു.
പക്ഷെ പിന്നീട് ആലോചിക്കുമ്പോഴാണ് കോമഡി മനസ്സിലാവുന്നത്. നിങ്ങൾ ആ പെർഫ്യൂം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി അങ്ങോട്ട് പോയത് ഇങ്ങോട്ട് വന്നതായിട്ടുള്ള ചിലവൊക്കെ നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടി. ഇത്രേ ഉള്ളൂ. നല്ല അടിപൊളി ചാരിറ്റിയാണത്, കൊള്ളാം. നല്ല കാര്യങ്ങൾ അല്ല, ഇപ്പൊ പല പ്രമുഖരും പറഞ്ഞിട്ടുണ്ടല്ലോ ചെയ്യുന്ന കാര്യങ്ങൾ അറിയിച്ച് തന്നെ ചെയ്യണമെന്ന്. ഇനി അങ്ങനെ തന്നെ അറിയിച്ച് ചെയ്യുമ്പോൾ ലക്ഷ്മി അറ്റാക്ക് ചെയ്യുന്ന ഒരു കൂട്ടം ജനതയുണ്ട്. അപ്പം എന്താണ് അതിന് പറയാനുള്ളത്? അല്ല, എനിക്ക് സ്റ്റാർട്ടിങ്ങിലൊക്കെ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അയ്യോ, സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഏറെ കയറി, അത് ആദ്യമായിട്ടല്ലേ നമ്മളെ ഒരു ചൂടുവെള്ളത്തിൽ വീഴുന്നത്. ഇപ്പൊ അങ്ങനെയൊന്നുമില്ല, തിളക്കാം, നോ പ്രോബ്ലം. അങ്ങനെയല്ല, അത് ശീലമായി. നമ്മൾ ഒരിക്കലും ഗുഡ് സർട്ടിഫിക്കറ്റിന്, പണ്ട് എനിക്ക് അങ്ങനെയായിരുന്നു. ടീച്ചറോട് ചോദ്യം ചോദിച്ചിട്ട് ഞാൻ ഉത്തരം പറഞ്ഞില്ലെങ്കിൽ ടീച്ചർ എന്നെ മോശം വിചാരിക്കോ, ഞാൻ പഠിക്കാത്ത കുട്ടിയാണെന്ന് ടീച്ചർ വിചാരിക്കോ. അങ്ങനെ എപ്പോഴും ഒരു ഗുഡ് സർട്ടിഫിക്കറ്റ് വേണം. ഇപ്പോ നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ട് നമ്മൾ ഏറെ കയറി, ഞാൻ എന്ത് ചെയ്യാനാ, ഞാൻ ഒരിക്കലും മോശം ഇന്റൻഷൻ വെച്ച് ചെയ്യുന്നതല്ല. അപ്പോ ജനങ്ങളുടെ ഒരാളുടെ വായി നമുക്ക് മൂടിക്കെട്ടാം, പക്ഷെ 1000 കുടങ്ങളുടെ വായി നമുക്ക് മൂടിക്കെട്ടാൻ പറ്റില്ലല്ലോ. അങ്ങനെ അപ്പൊ പറയുന്നവര് പറയട്ടെ. ഓക്കെ, അവര് പറഞ്ഞ കാര്യം കറക്റ്റാണ്. ഇനി ചെയ്യുന്ന ചാരിറ്റി ഒക്കെ മൂടി വെച്ച് ചെയ്യേണ്ട, അത് തുറന്നു കാണിക്കുക തന്നെ ചെയ്യണം. പക്ഷെ നിങ്ങൾ ആ പെർഫ്യൂം കൊടുത്തത് എന്ത് ചാരിറ്റിയാന്ന് എനിക്ക് ഒരു പിടുത്തം കിട്ടുന്നില്ല കേട്ടോ. ഓ, സ്നേഹമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നല്ലത്, പക്ഷെ നിങ്ങൾക്ക് തന്നെ അതിന് പണി കിട്ടിയില്ലേ. പെർഫ്യൂമിനൊരു കെട്ട നാറ്റാ. ഓ സോറി, ഞാനത് പറയാൻ പാടില്ല എന്ന് എനിക്കറിയാം, അറിയാതെ പറഞ്ഞു പോയതാണ്, ക്ഷമിക്കണം കേട്ടോ. അപ്പോ ചാരിറ്റി ചെയ്യുന്ന അച്ചായൻ ഗോൾസിനെ പോലെ ആളുകളൊക്കെ വീഡിയോ ചെയ്യുമ്പോൾ നമ്മൾ കൃത്യമായിട്ടൊരു കാര്യം പറയുന്നുണ്ട്. 4 ആള് കാണട്ടെ, 4 ആള് കാണുമ്പോൾ അദ്ദേഹത്തിന് വരുമാനം കിട്ടും. അദ്ദേഹത്തിന് വരുമാനം കിട്ടുമ്പോൾ അത് കൃത്യമായി പാവപ്പെട്ട ആളുകളുടെ അടുത്ത് തന്നെ എത്തും. ഇവര് രേണുസുധിയുമായിട്ട് ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് അല്ലെ. ആ ഒരു വീഡിയോയിലൂടെ വരുമാനം കിട്ടുന്നത് അത് അവർക്ക് തന്നെയായിരുന്നു എന്നുള്ളതാണ്. ഫ്ലവേഴ്സ് ടിവിയിൽ ആ പ്രോഗ്രാം അവസാനിക്കുന്നത് വരെ ഒരു നിശ്ചിത എമൗണ്ട് രേണുസുധിക്ക് കൊടുത്തിട്ടുണ്ട്, ഇല്ല എന്നൊന്നും പറയുന്നില്ല. പക്ഷെ ഒരുപാട് ആളുകളെ സഹായിക്കാൻ വേണ്ടിയിട്ട് പണിയെടുക്കുന്ന കുറെ ആളുകളുണ്ട്. അവരെ പോലെയാണ് നിങ്ങൾ എന്നൊന്നും പറഞ്ഞു വെച്ച് വരരുത് കേട്ടോ. അപ്പോ നിങ്ങൾ തന്നെ അഭിപ്രായം പറയുക. ഇവർ പറഞ്ഞതുപോലെ നിങ്ങളുടെ വീട്ടിലെ ആരെങ്കിലും ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ നിങ്ങൾ അവരെ കമന്റ് ചെയ്യൂ, അല്ലെങ്കിൽ നിങ്ങൾ അതിനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കൂ. നടന്നോളൂ എന്ന് പറഞ്ഞിട്ട് ഇല്ലല്ലോ. എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു, എനിക്കത് പറയാതിരിക്കാൻ കഴിയില്ല. ICUയിൽ കിടക്കുന്ന രേണുസുധിയുടെ അസുഖം ഭേദമായിട്ട് ഉടനെ തന്നെ പുറത്തു വരാൻ കഴിയട്ടെ, അവർക്ക് നല്ല ബുദ്ധി ഉദിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് എടപ്പാൾ സൈനിങ് ഓഫ്.